ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ആഡ് ചെയ്യാനുള്ള നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ അതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് മുതലായവ എങ്ങനെ റീസൈസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അഡോബ് ഫോട്ടോഷോപ്പ് 7 ആണ്. നമ്മൾ ഫയലിൽ പോയിട്ട് ആദ്യം ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് നമുക്ക് റീസൈസ് ചെയ്യേണ്ട ഇമേജ് അതിനെ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് മുകളിലെ ബാറിൽ കാണുന്ന ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്ത് റീസൈസ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ഫോട്ടോഷോപ്പിൻ്റെ 7, 8 അങ്ങനെയുള്ള പഴയ വെർഷനിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ 2 ഓപ്ഷൻ കാണാൻ, പ്രിൻ്റ്, ഓൺലൈൻ. അതിൽ ഓൺലൈൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോയുടെ ആക്ച്വൽ പിക്സൽ. ഇവിടെ നമുക്ക് PSC പറഞ്ഞിരിക്കുന്നത് 150, 200 എന്നതാണ്. അപ്പോൾ 150 കൊടുക്കാൻ മുകളിൽ, അടിയിൽ വാല്യൂ കൊടുക്കേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊപ്പോർഷനായിട്ടുള്ള വാല്യൂ അവിടെ വരുന്നതാണ്. അത് അടിയിൽ 200 കൊടുക്കുകയാണെങ്കിൽ മുകളിൽ നിങ്ങൾ കൊടുക്കേണ്ട, അവിടെയും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. 200, 150 മുകളിൽ പോവുകയാണെങ്കിൽ ഏത് ഭാഗത്താണോ കുറഞ്ഞു വരുന്നത് അവിടെ വാല്യൂ കൊടുക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ റീസൈസ് ചെയ്തിട്ടുള്ള ഇമേജ്. അതിൻ്റെ ആക്ച്വൽ പിക്സലാണ് ഇപ്പോൾ കാണുന്നത്. ശേഷം നിങ്ങൾക്ക് ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുക്കുക, പേര് കൊടുക്കുക, JPG ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അടുത്തായിട്ട് വരുന്ന വിൻഡോയിൽ ക്വാളിറ്റി സെലക്ട് ചെയ്യണം. അതിൽ മീഡിയം, ഹൈ അങ്ങനെ 2-3 ഓപ്ഷൻസ് കാണും. അതിൽ മീഡിയം സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ കാണുന്ന 5, 6, 7 ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിർത്തിയിട്ട് ഓക്കെ കൊടുക്കുക. ഇനി ഇമേജ് റീസൈസ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് കാണിക്കുന്നത്. ഫയലിൽ പോയിട്ട് ന്യൂ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് PSC പറഞ്ഞിട്ടുള്ള 200, 150 എന്ന പിക്സൽ അവിടെ കൊടുക്കുക. റെസൊല്യൂഷൻ 300 ആക്കി കൊടുക്കുക. പിക്സൽ 2 പിക്സൽ കാണിക്കും, അത് 2 പിക്സൽ തന്നെ കിടന്നാൽ മതി. പിന്നെ പിക്സൽ ബാർ ഇഞ്ചുണ്ട്, അത് അങ്ങനെ തന്നെ കിടന്നാൽ മതി, മാറ്റൊന്നും വരുത്തേണ്ടതല്ല. എന്നിട്ട് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അതിലേതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇതാണ് നമ്മുടെ ക്യാൻവാസ്, അതായത് നമ്മുടെ ഫ്രെയിം ഫോട്ടോ സെറ്റ് ചെയ്യാനുള്ള. ഇതിലേക്ക് നമ്മുടെ ഫോട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫയലിൽ പോയി ഓപ്പൺ കൊടുത്ത് നമ്മുടെ ഇമേജ് കൊണ്ടുവരണം. എന്നിട്ട് ഇമേജ് അതിലേക്ക് വലിച്ചിടുക, ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് Ctrl+T അടിച്ചിട്ട് ഇമേജ് അതിനുള്ളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കീബോർഡിൽ Alt+Shift അമർത്തി പിടിക്കണം. എന്നിട്ട് വേണം വലിക്കാൻ, അതെങ്കിലേ ഒരുപോലെ ചെറുതാവുകയുള്ളൂ. നിങ്ങൾ PSC പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യാനുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും മൊബൈലിലെടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യരുത്. നിർബന്ധമായും സ്റ്റുഡിയോയിലെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. നല്ല ക്ലിയറുള്ള, ഫേസൊക്കെ ഫോക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കണം. പിന്നെ ഫോട്ടോ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ സ്കാനർ വെച്ച് സ്കാൻ ചെയ്യുക, അല്ലാതെ മൊബൈൽ സ്കാനറിലോ മൊബൈലിൽ ഫോട്ടോ എടുക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ PSC അത് റിജക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേര് കൊടുക്കുക, സേവ് ചെയ്യുക. ഇനി ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള 2 ഓപ്ഷൻ അത് തന്നെയാണ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലും ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരിക. ഹെൽപ്പിൽ പോയിട്ട് ഇമേജ് റീസൈസ് കൊടുക്കുക. എന്നിട്ട് ഓൺലൈൻ സ്ഥലത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ 500 ആണ് PSC പറഞ്ഞിരിക്കുന്നത്. ഇവിടെ
നമ്മുടെ ഇമേജിൻ്റെ ഒറിജിനൽ 2000 സംതിങ് കാണിക്കുന്നുണ്ട്. അത് 500, മുകളിൽ 500, അടിയിൽ 500. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് 500 കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി വന്നോളും അടിയിലെ വാല്യൂ. അത് 500 മുകളിൽ പോകാൻ പാടില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ അടിയിലേക്ക് 500 കൊടുത്ത് മുകളിൽ നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് അടിക്കാനായിട്ട്. രണ്ട് ഭാഗം 500 മുകളിൽ പോകാൻ പാടില്ല. 500 താഴെ കുഴപ്പമില്ല, ഒരു ഭാഗം 500 താഴെ ആയിരിക്കും എന്തായാലും വരിക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് അടിച്ച് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ ഇമേജിന് പേര് കൊടുത്ത് സേവ് ചെയ്യുക. ഫയലിൽ പോയിട്ട് ഇമേജിന് പേര് കൊടുക്കുക, ക്വാളിറ്റി സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. സർട്ടിഫിക്കറ്റിൻ്റെ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ഫോട്ടോ ചെയ്ത പോലെ ഫയലിൽ പോയി ന്യൂ കൊടുത്തിട്ട് പിക്സൽ വിഡ്ത്ത് 500 അതുപോലെ ഹൈറ്റ് 500 എന്ന നിലക്ക് കൊടുത്തിട്ട് റെസൊല്യൂഷൻ 300 ഓക്കെ കൊടുക്കുക. ഇതാണ് നമ്മുടെ ക്യാൻവാസ്. അതിലേക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. Ctrl T അടിച്ചിട്ട് Alt Shift അമർത്തി പിടിച്ച് വലിച്ച് ചെറുതാക്കി അതിനുള്ളിലേക്ക് കൊള്ളിക്കുക. നമ്മുടെ SLC സർട്ടിഫിക്കറ്റൊക്കെ ലാൻഡ്സ്കേപ്പിലായിരിക്കും. അത് 500 കൊണ്ടുവരാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് സെൻറ്ററിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്തിട്ട് ഫയലിൽ പോയി നേരത്തെ ചെയ്ത പോലെ സേവ് ആസ് കൊടുത്ത് പേര് കൊടുത്ത് ക്വാളിറ്റി സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് റീസെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ട കാര്യങ്ങളും.